ഡിയേഴ്സ്, എന്നോട് യങ് പ്രൊഫഷണൽസ് എസ്പെഷ്യലി എൻജിനീയേഴ്സിൽ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സാറിന് ഇത്രയും വലിയ രീതിയിൽ പ്രൊഫഷണലി ഉയരാൻ സാധിച്ചതെന്ന്. അതിനുത്തരം വളരെ സിമ്പിളാണ്. എൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും സേവനം ചെയ്യുന്ന കമ്പനിയോടുള്ള ആത്മാർത്ഥമായ കൂറും അതിലുപരി നിത്യേനയുള്ള എൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനകളുമായിരുന്നു എന്നതാണ് പരമാർത്ഥം. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ബിൽഡിങ്ങിലെ ജി ബ്ലോക്കിൽ നിന്നും PA2 DGQA എന്ന യൂണിഫോം അപ്പോയിൻമെൻറ്റ് റിസൈൻ ചെയ്തത് 4 SSB ഇൻ്റർവ്യൂസ് പരാജയപ്പെട്ടതിലുള്ള നിരാശയും റെക്കോർഡ് ഓഫീസറായി സെലക്ഷൻ ആവുന്ന സമയത്തുണ്ടായ അപകടവും മാത്രമായിരുന്നില്ല. മറിച്ച് സിവിൽ ജോബാണ് എനിക്ക് ശോഭിക്കാനും സാമ്പത്തിക ഭദ്രത കൈവരുത്തുവാനും പറ്റിയത് എന്ന ചിന്തയായിരുന്നു. ആ ചിന്ത എന്നെ എത്തിച്ചത് ഇന്ത്യയുടെ നാഷൻ ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന L&Tയിലാണ്. ആസ് എ സീനിയർ എഞ്ചിനീയറായി ജോയിൻ ചെയ്ത ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മാനേജർ ലെവൽ എത്തുകയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി പല വിദേശ രാജ്യങ്ങളിലും പ്രൊജക്റ്റുകൾ ചെയ്ത് L&Tയുടെ പേര് ഇൻ്റർനാഷണൽ ക്ലയൻറ്റുകളുടെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. UAEയിലെ ലോർഡ് സിറ്റി പോളിയെത്തിലിൻ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാഗ്യാസിനു വേണ്ടി ഇപ്പോഴത്തെ അല്ലോസൻ അമേരിക്കയുടെ ഫ്ലോ കോർപ്പറേഷൻ എന്നെ ഹയർ ചെയ്യുകയും പിന്നീടുള്ള എൻ്റെ മനോഹര യാത്ര ഏകദേശം 8 ലക്ഷം രൂപ മാസശമ്പളത്തോടു കൂടി അവരോടൊപ്പവുമായിരുന്നു. അവസാനമായി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടായി മൈക്രോസോഫ്റ്റ് ഡാറ്റാ സെൻറ്റർ പ്രൊജക്റ്റ് ഹൈദരാബാദിൽ ഭൂമി പൂജ ചെയ്ത് സേവനം ചെയ്യാൻ ദൈവം എനിക്ക് അവസരവും തന്നു. 5 ദിവസം അവധിക്കിടയിൽ ഹാർട്ട് അറ്റാക്ക് എന്ന സ്റ്റോപ്പ് സിഗ്നൽ കാട്ടി ദൈവം എൻ്റെ ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ലൈഫിന് വിരാമമിട്ടു. എനിവേ, എന്നെപ്പോലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടി ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ജോലി ചെയ്ത് വിജയിക്കുവാൻ താഴെ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കീപ്പ് ഇറ്റ് ആസ് എ റെഡി റെക്കണർ. First of all, you need a strong combination of formal education in STEM or industrial technology, including internationally recognized safety and technical certifications, as well specialized training in regional operational standards. Second is periodical updation of your CV to highlight your specific field experience and international certifications. Third, ensure to keep Indian Embassy attested academic certificate readily available. 4, core certifications and training certificates needs to maintain personally. Officially തീർച്ചയായിട്ടും കാണും, എന്നിരുന്നാൽ പോലും യു നീഡ്സ് ടു മെയിൻറ്റെയിൻ പേഴ്സണലി. ഇറ്റ് വിൽ ഈവൻ ഹെൽപ്സ് ലോട്ട് വൈൽ അറ്റൻഡിങ് ബിഡ് ക്ലാരിഫിക്കേഷൻ മീറ്റിംഗ് അറ്റ് ഗ്ലോബൽ സൊല്യൂഷൻസ് ഓഫീസ് നെതർലാൻഡ്സ്. എനിക്ക് അങ്ങനത്തെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 5, പ്രൊവിഷൻസി ഇൻ AI ആപ്ലിക്കേഷൻസ് ആൻഡ് സിസ്റ്റംസ്, അത് മാൻഡേറ്ററിയാണ്. 6, അപ്കീപ് ദ എബിലിറ്റി ടു എഫക്റ്റീവ്ലി കൺവേ complex technical concepts across multidisciplinary teams. 7, join international associations like SPE, IADC, CAEH, NIBOSH. 8, previous Gulf experience in company letter pad. സാധാരണഗതിയിൽ വെറുതെ ടൈപ്പ് ചെയ്തെടുക്കുകയാണ്, അതല്ല, ലെറ്റർ പാഡിൽ വേണം. 9, copy of oil and gas refinery approvals like Shell, BP,
NDC, Aramco, KOC, Equate, Offshore, PDO, ONGC, Cochin Refinery, etc., etc. Another point is Indian Armed Force Service records, if any. റിട്ടയേർഡ് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതും ബെനിഫിഷ്യബിളാണ്. സോ ഇതെല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കൂടെ ചേർത്ത് വച്ചാൽ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് എനിക്ക് അമേരിക്കയുടെ ഫ്ലോർ കോർപ്പറേഷൻ 2014-ലും 2015-ലും 2016-ലും 2018-ലും തന്ന KM Pacesetter സാക്ഷ്യം. All the very best. Thank you.